പോകണ്ടേ പപ്പ ഇത് തിന്നു കഴിഞ്ഞിട്ട് കൊണ്ടുപോകട്ടെ അങ്ങോട്ട് മുട്ട കഴിഞ്ഞു. നേരെ നോക്കി കളിക്ക്. അത് ഇങ്ങോട്ട് അമ്മാമനെ പണി. ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 7:30-8 മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് സമയം ഞാൻ ഓർക്കുന്നില്ല. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നല്ല മഴയുമായിരുന്നു, അതുപോലെ ആദ്യക്കൂട്ടൻ ഉറക്കമായിരുന്നു. അവൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാനും ആദ്യം കൂടെ ഓട്ടോറിക്ഷ പിടിച്ച് നേരെ വേഗം വീട്ടിലോട്ട് പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുറകെ തന്നെ ആൻറ്റി അങ്കിളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വെറുതെ വന്നതായിരുന്നു, കുറച്ച് നാളായല്ലോ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആൻറ്റി അങ്കിളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ടനോടാണെങ്കിൽ ഈശോ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരു മൈൻഡും ഉണ്ടായില്ല. അപ്പോൾ അവർ വന്നപ്പോഴേക്കും പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പപ്സ് മാത്രമല്ല വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കിറ്റ് തന്നെ കണ്ടില്ല, ഇച്ചിരി വലിയ കിറ്റായിരുന്നു. പപ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല പല സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പപ്സ് ആദ്യമേ തന്നെ എടുത്തു കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പപ്സ് ആകുമ്പോഴേക്കും വൈകുന്നേരത്തെ ഒരു ചായ ടൈമിൽ നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഞാനും ചേട്ടയും അതേപോലെ സുജിയും ഓരോ പപ്സ് വീതം കഴിച്ചു. അമ്മക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ചായയുടെ ടൈം എന്നൊക്കെ പറയുന്നത് സാധാരണ 6:30-7 മണി അല്ലെങ്കിൽ 7:30-8 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ചായയുടെ ടൈം എന്നൊക്കെ പറയുന്നത്. രാത്രിത്തെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ ഒരു 10:30-11 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അത് നല്ല മുട്ട പപ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്സൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി കഴിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പം വന്നു. അപ്പനല്ലെങ്കിലും പിന്നെ പപ്സ് കഴിക്കില്ല, അതുകൊണ്ട് പിന്നെ അപ്പന് വേണ്ടി വേറെ വെച്ചൊന്നുമില്ല, ഞങ്ങൾ അത് തിന്ന് തീർത്തു. അപ്പോൾ അപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് അപ്പന് വന്നു. അപ്പം അതും ആദ്യമേ തന്നെ ചെന്ന് അപ്പൻ്റെ റെയിൻകോട്ടൊക്കെ വലിച്ചങ്ങോട്ട് ഊരന്നെ, കാരണം അപ്പനായിട്ട് കളിക്കണമല്ലോ അവന്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ റെയിൻകോട്ടൊക്കെ മാറ്റി. പിന്നെ ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളും കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ പുറകെ പറഞ്ഞുതരാം കേട്ടോ അത് എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അങ്കിളും ആൻറ്റിയും ശരിക്കും പറഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങൾ എന്താണ് ഇന്നത്തെ ചെറിയ വിശേഷമൊക്കെ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു, അവർ ഓർക്കുന്നുണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഡാൻസും പാട്ടൊക്കെ തന്നെയായിരുന്നു. ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കറിയുടെ പരിപാടികളെല്ലാം ചേട്ടൻ എന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇന്നത്തെ രാത്രിത്തേക്കുള്ള കറി ചേട്ട വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും വിചാരിച്ചു ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു പണി കുറഞ്ഞു കിട്ടിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ട കിച്ചണിൽ കയറി സവാള അരിയാനും തക്കാളി അരിയാനും എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിക്കൻ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അത് മാത്രമല്ല വെക്കാനും സുഖമുള്ള പരിപാടിയാണല്ലോ. ചിക്കൻ കറി തന്നെ വേഗം വെച്ച് കഴിയും. അങ്ങനെ ചേട്ട ചിക്കൻ്റെ പരിപാടികളൊക്കെ ചെയ്തു, പൊടിയൊക്കെ എല്ലാം താളിച്ചു, കറിയൊക്കെ എല്ലാം റെഡിയാക്കി. കറിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. സത്യം പറയാമല്ലോ, നല്ല മണമായിരുന്നു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല മട്ടമട്ടാന്ന് പറഞ്ഞ് കുറേ കഴിച്ചായിരുന്നു. രാത്രി ഒരു 10-11 മണി കഴിഞ്ഞപ്പോഴാണ് രാത്രിത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഇവിടെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 26-ാം തീയതിയാണ് അപ്പച്ചൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ആദ്യൻ്റെ അപ്പാപ്പയുടെയും ബർത്ത്ഡേ ഒരേ മാസത്തിലാണ്. എല്ലാവരും കൂടെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് കലപില പോലെ കിടക്കുന്നു. അങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് അങ്ങ് നേരെ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് കേട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, വളരെ തളർന്നൊടിഞ്ഞിട്ടുണ്ടല്ലോ, എന്താ വലിച്ചു നീട്ടി പാടിക്കുമ്പോഴേക്ക് ഇതേപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കേക്കൊക്കെ വായി വെച്ച് കൊടുത്തപ്പോഴേക്കും ആദ്യം തന്നെ ബർത്ത്ഡേ ബോയ്ക്ക് വായി വെച്ച് കൊടുക്കണമല്ലോ. പക്ഷേ ആദ്യമേ തന്നെ വാ തുറന്നത് ആദ്യമായിരുന്നു. ആദ്യം ഇങ്ങനെ വലിയ കാര്യത്തിൽ വാ തുറന്നപ്പോഴേക്കും കേക്ക് നേരെ അപ്പൻ്റെ വായിലോട്ട് പോയി. അവൻ ചമ്മിപ്പോയി, സാരമില്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യം തന്നെ കേക്കൊക്കെ വെച്ച് കൊടുത്തു. അതിന് സന്തോഷമായി. അങ്ങനെ ആദ്യം അപ്പാപ്പനും അമ്മാമ്മയും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കേട്ടോ. കേക്ക് ഞങ്ങൾ ആദ്യമേ തന്നെ ചേട്ടനാണ് പോയി വാങ്ങിച്ചത്. അതിന് കുറേ കേക്ക് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി അത് വലിയ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. ഈ കേക്ക് തന്നെ കുറച്ച് കൂടുതൽ കഴിച്ച് വെച്ചതുകൊണ്ട് പുള്ളിക്കാരൻ രാത്രി ആയപ്പോഴേക്കും വലിയ ഫുഡൊന്നും കഴിക്കാൻ പോയൊന്നുമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം ആവാനായി. ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് ഓരോ കുഞ്ഞു കേക്കെങ്കിലും മുറിക്കാണ്ടിരിക്കാറില്ല കേട്ടോ. എല്ലാ കൊല്ലവും അതേപോലെ എല്ലാവരുടെ ബർത്ത്ഡേക്ക് ഒരു കുഞ്ഞു കേക്കെങ്കിലും മുറിക്കും. എന്നാൽ ഞാനും ഇത് മുൻപ് മാത്രമല്ല പലപ്പോഴും ഓർക്കാറുണ്ട്. എന്തോരം സ്ഥലങ്ങളിലാണ് ഓരോരുത്തർ ബർത്ത്ഡേ ഓർക്കാറും കൂടിയില്ല, മറന്നു തന്നെ പോകും. ചില വീടുകളിലെ സ്വന്തം പിള്ളേരുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്തോരം ആൾക്കാരുണ്ടല്ലേ.
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് എന്തോരം ഭാഗ്യമുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ തരം ജീവിതങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിനെപ്പറ്റി ഓർക്കാണ്ട് പലപ്പോഴും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി സങ്കടപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് റോബർട്ടങ്ങളുടെ അറിയാണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും ഉണ്ടായിരുന്നു കേക്ക് കെട്ടിയാനായിട്ട്. റോബർട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ മൂത്താണ് കേട്ടോ. അപ്പൻ്റെ മൂത്ത ആളാണ് റോബർട്ടങ്ങളുടെ വൈഫ് ടെറിയാൻറ്റി കുറേ കൊല്ലം പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. ഇപ്പോൾ ആൻറ്റി നിർത്തി പോകുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ആൻറ്റി നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ആൻറ്റി എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റീനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്ക് തിന്ന് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പിന്നെ ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ ഈ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ, അത് കാട ഫ്രൈ ആണ് കേട്ടോ. ഒരു കുഞ്ഞു കാടനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ വെട്ടിയായിരുന്നു, അതിനെയൊക്കെ വറുത്തെടുത്തു. അത് കഴിഞ്ഞത് ഫുഡും കഴിച്ചു. അപ്പോൾ ചിക്കൻ കറിക്ക് കോമ്പിനേഷനായിട്ട് പൊറോട്ടയാണ് വാങ്ങിച്ചത്. പൊറോട്ടയുടെ കൂടെ സാലഡും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടയ്ക്ക് ഈ മല്ലിച്ചീര കഴിഞ്ഞ് വെക്കണം, അതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില്ല. പക്ഷേ എനിക്കിഷ്ടമല്ല ഈ മല്ലിച്ചീര, പച്ച മല്ലിച്ചീരയൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നണത്. കറിയിലിടുന്നത് എനിക്ക് ഇഷ്ടമാണ്, അല്ലാതെ വെറുതെ തിന്നണതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് കുറേ പച്ചിലകൾ പോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി തിന്നണ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇവരൊക്കെ ഇത് എങ്ങനെയാണ് തിന്നുന്നത് എന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ഇലകൾ ഐറ്റംസൊക്കെ തിന്നാനായിട്ട് പൊതുവേ ഭയങ്കര മടിയാണ്. അതിൻ്റെ പ്രോബ്ലംസൊക്കെ എൻ്റെ ഹെൽത്തിന് നല്ലോണം ഉണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെയും ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാണ്ട് പൊതുവേ എനിക്ക് ഭയങ്കര മടിയാണ്. അതിൻ്റെയൊക്കെ പല ദോഷങ്ങളും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് മനുഷ്യനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച റൂമിലോട്ട് നമ്മളേക്കും ഒരുത്തൻ്റെ മിന്നിത്തിളങ്ങി ലൈറ്റും കത്തിച്ചുകൊണ്ട് വന്നേക്ക്. ചേട്ടയാണെങ്കിൽ ബെഡ്റൂമിൽ സീരിയസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ അതിൻ്റെ ഒരു ആംബിയൻസിൽ ഡാൻസ് കളിക്കുന്നു പറഞ്ഞ് ഭയങ്കര ആഗ്രഹം. പിന്നെ ഒരു കണക്കിന് കിടത്തി ഉറക്കിയാൽ പിന്നെ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.